റബ്ബിയുടെ അവസാന പ്രാർത്ഥന, ഇരുട്ടിന്റെ നടുവിൽ ഒരു അത്ഭുതം. 1943 നാസി അധിനിവേശത്തിൻ കീഴിലുള്ള ഒരു ചെറിയ പോളിഷ് പട്ടണത്തിൽ റബ്ബി എലീസർ മെൻഡലിനെയും അദ്ദേഹത്തിന്റെ സഭയെയും നാസി പട്ടാളക്കാർ അവരുടെ വീടുകളിൽ നിന്ന് ബലമായി വലിച്ചിഴച്ചു. നഗരവാസികൾ ഈ ദിവസം വളരെക്കാലമായി ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത് എത്തിയിരിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ടൗൺ സ്ക്വാഡിലേക്ക് കൂട്ടത്തോടെ. ഒരു ഫയറിംഗ് സ്ക്വാഡ് അവിടെ കാത്തുനിന്നു. പട്ടാളക്കാർ റൈഫിളുകൾ ഉയർത്തിയപ്പോൾ റബ്ബി മെൻഡൽ മുന്നോട്ടു പോയി. ഭയം അവന്റെ ഹൃദയത്തെ പിടികൂടിയെങ്കിലും അവൻ കണ്ണുകൾ അടച്ച് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടെങ്കിലും ദൃഢമായ വിശുദ്ധ ജൂത പ്രാർത്ഥനയായ ഷെമാ ഇസ്രായേൽ ചൊല്ലി. അവന്റെ വാക്കുകളിൽ ശക്തി കണ്ടെത്തിയ അവന്റെ സഭ അവനോടൊപ്പം ചേർന്നു. അവരുടെ ശബ്ദം ഒരുമിച്ച് ഉയർന്നു. നാസി കമാൻഡർ ചിരിച്ചുകൊണ്ട് വെടിയുതിർക്കാൻ ഉത്തരവിട്ടു. എന്നാൽ ഷോട്ടുകൾ മുഴങ്ങുന്നതിനു മുമ്പ് കാതടപ്പിക്കുന്ന ഒരു നിലവിളി അന്തരീക്ഷത്തിൽ തുളച്ചുകയറിയ ലൈഡ് എയർ റെയ്ഡ് സൈറണുകളുടെ ശബ്ദം. അരാജകത്വം പൊട്ടിപ്പുറപ്പെട്ടു. പടയാളികൾ മടിച്ചു. തുടർന്ന് ആകാശം അടുത്തുവരുന്ന ബോംബറുകളുടെ മുഴക്കത്തോടെ അലറുമ്പോൾ ചിതറിപ്പോയി. വധശിക്ഷ ഉപേക്ഷിച്ച് അഭയം തേടുകയല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ആ നിമിഷം പിടിച്ചെടുത്ത് റബ്ബി മെൻഡൽ തന്റെ ആളുകളെ അടുത്തുള്ള വനത്തിലേക്ക് ഓടാൻ പ്രേരിപ്പിച്ചു. പട്ടിണി മൂലം അവശരായെങ്കിലും അഡ്രിനാലിൻ ജ്വലിപ്പിച്ച അവർ നിബിഡ വനത്തിലേക്ക് ഓടിപ്പോയി. ചിലർ പക്ഷപാത പ്രതിരോധ ഗ്രൂപ്പുകളിലേക്ക് വഴി കണ്ടെത്തി. മറ്റുള്ളവർ കളപ്പുരകളിലും ഭൂഗർഭ ഭയകേന്ദ്രങ്ങളിലും ഒളിച്ചു. അതിജീവിച്ചവർക്ക് അത് വ്യക്തമായിരുന്നു. അവസാന നിമിഷത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. റബ്ബി മെൻഡലിന്റെ വിശ്വാസം അവർക്ക് ധൈര്യം പകരുക മാത്രമല്ല, മരണത്തെ അഭിമുഖീകരിച്ച് അവരെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു.